വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെതിരിൽ ഒരു സമൂഹം ഒരുങ്ങിയിരിക്കുന്നു എന്ന് കേട്ടാൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ കൂടുതൽ വിശ്വാസത്തോടുകൂടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഒരിക്കലും നമുക്ക് അത് നമ്മുടെ നിലപാടുകൾ അഴിച്ചു വെച്ച് മറ്റൊരു വഴിയിലേക്ക് പോവാണ് വേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ പള്ളിയിലുമൊക്കെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കും. എൻ്റെ സ്കൂളിലും എൻ്റെ ഓഫീസിലും ഫ്ലൈറ്റിലും അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ഞാൻ വേറൊരു വ്യക്തിയാകാം. ചേരയെത്തുന്നിടത്ത് ചെല്ലുമ്പോൾ നടുക്കെ തന്നെ കടിക്കാം എന്ന് ചിന്തിക്കുന്നിടത്തല്ല, മറിച്ച് നിലപാടിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുക. എന്നാലോ ഉൾവലിയലാണോ നമ്മുടെ വഴി? എല്ലാം ഉപേക്ഷിക്കലുമല്ല, ഉൾവലിയലുമല്ല നമ്മുടെ വഴി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും അഫ്ളലുൽ മുഅ്മിൻ എന്ന് പറയുന്നത്, യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് തിന്മകളൊക്കെ നിലനിൽക്കുന്ന ഈ മണ്ണിടങ്ങളിലൂടെ കൃത്യമായി നടന്ന്, ഈ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലൂടെ കൃത്യമായി നടന്ന് ആ തിന്മകളൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, ആ ജീവിതത്തിലേക്ക് അത് സ്പർശിക്കാതെ അതിജീവനത്തിന്റെ വഴിയിൽ വിശ്വാസദാർഢ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ഒരിക്കലും അവിവേകത്തിന്റെ വഴിയല്ല. തന്നെ കാണാൻ വന്ന മനുഷ്യരോട് പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ വിവേകവും അനാത്തും അവധാനതയും ഉള്ളവരാകണം. വിവേകവും അവധാനതയും കൈപ്പറ്റണം. എന്തെങ്കിലുമൊക്കെ വികാരത്തിൽ വലിയ വരികൾ എഴുതിച്ച് ആ വരികൾ ഇങ്ങനെ ഉച്ചത്തിൽ മുദ്രാവാക്യമായി മുഴക്കി അത് പിന്നീട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യുന്ന ഹിന്ദി ഹേർട്ട്ലാൻഡുകളിൽ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ മരണാനന്തര കർമ്മങ്ങൾക്കുള്ളത് ഒരുക്കി വെച്ചോളൂ എന്ന് പറയുന്ന ടൈപ്പ് മുദ്രാവാക്യങ്ങളിലൂടെ, വരികളിലൂടെ, വാചകങ്ങളിലൂടെ മുന്നോട്ട് പോവുകയല്ല. വിവേകത്തിന്റെ വഴി സ്വീകരിക്കണം. വിജയത്തിന്റെ വഴി അതാണ്.